ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 11/12/2025 ഞങ്ങളുടെ മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ അന്നായിരുന്നു കേട്ടോ. വെഡിങ് ആനിവേഴ്സറി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തുണ്ടപ്പം പോയി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം ആള് ഫ്രണ്ട്സിൻ്റെ കൂടെ പൂരം കാണാനായിട്ട് പോകാൻ നിൽക്കുമായിരുന്നേ. അപ്പോഴേക്കും എനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണെന്നൊന്നും അറിയാണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദപ്പം. അന്ന് തന്നെയായിരുന്നു കേട്ടോ മാങ്ങാട്ടുകര പൂരം. അപ്പോൾ മാങ്ങാട്ടുകര പൂരത്തിന് പോകാനായിട്ട് ഇതേ ഇവിടെ എല്ലാവരും കൂടി റെഡിയായി സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തന്ന ഗിഫ്റ്റ് തുണ്ടപ്പം തന്നെ ഇതേ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ വേഗം പോയി കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് വയ്യായിരുന്നു, കഫക്കെട്ട് കൂടിയിട്ട് ശ്വാസം കിട്ടാടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോൾ നമ്മളിത് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആങ്ങളയുടെ കൂടെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നൊരു സംഭവം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് വാങ്ങാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ്റെ വോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് ചേട്ടന് ഇവിടെ വണ്ടി നന്നാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. മാമൻ ഇതേപോലെ വണ്ടി നന്നാക്കാൻ ഇരിക്കുമ്പോഴാണ് കേട്ടോ നന്ദപ്പൻ ഓരോ ടൂൾസും കൊണ്ട് മാമന് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ മാമൻ്റെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. അമ്മയ്ക്ക് പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ ഒരു 5 മണിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നന്ദപ്പന് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ ആരും വേണ്ട കേട്ടോ, അമ്മമ്മ മാത്രം മതി. ഇവർ രണ്ടാളും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞൊരു 6:30-7 മണിക്ക് ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാത്രി ഡോക്ടർ ഉണ്ടാവും കേട്ടോ ഇവിടെ എപ്പോഴും. കഫക്കെട്ടിൻ്റെ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ എന്തെങ്കിലും വയ്യായി തോന്നി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ കാണേണ്ട കാര്യം ചിന്തിക്കാറുള്ളൂ. ഇത് നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ വേഗം നെബുലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ നെബുലൈസ് ചെയ്തു. ബാക്കിയുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാ. നന്ദപ്പനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മാമ്മയുടെ അടുത്താണ് ആളാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വേണ്ട, ആൾക്ക് ഇവിടെ എത്തി കഴിഞ്ഞാൽ അമ്മാമ്മനെ മാത്രം മതി. അങ്ങനെ ഇവിടെ എത്തി ഡോക്ടറെ കണ്ട വിശേഷങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരാൾ ഗിഫ്റ്റായിട്ട് വരുന്നത് കണ്ടത്. അപ്പോൾ എൻ്റെ കെട്ടിയവനാണ് കേട്ടോ ഈ സർപ്രൈസിൻ്റെ ആൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപേ ഇവർ വേറെ പ്ലാനാണ് കേട്ടോ ചെയ്തത്. അതായത് എന്നെയും കൊണ്ട് സിനിമയ്ക്ക് പോയിട്ട് അവിടെ സിനിമയുടെ ഇടയിൽ ഇൻ്റർവെല്ലാകുമ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ തന്നതിന് ശേഷമാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ തിയേറ്ററിലൊക്കെ പോയി ഇവർ പറഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സർപ്രൈസ് പൊളിച്ചത് ഞാനായിരുന്നു. കാരണം ഞാൻ ചേച്ചിയുടെ അവിടെ നിന്ന് സിനിമയ്ക്ക് നേരത്തെ പോയി. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ ആ ഒരു പ്ലാനിങ് ചീറ്റി എന്നുള്ളത് പോയി എന്നവർക്ക് മനസ്സിലായത്. അവന് സാധനം കിട്ടി. പൊട്ടിക്കല്ലേ നമുക്കാവും എന്തുട്ടാടി എന്നോട് എന്തുട്ടാടി പൊളിക്കാൻ പോണ പൊതിഞ്ഞതൊക്കെ ഞാൻ എനിക്കറിയാം, പറയാൻ പാടില്ല. കപ്പലിന്റെ മിഠായി അതിൽ ഉദ്ദേശിക്കുന്ന കപ്പലണ്ടി മിഠായി അല്ല, നാരങ്ങ മിഠായിയാണ്.
നാരങ്ങ മിഠായി വാച്ച ബോട്ട് ഒന്ന് പോളെ ഇതിനെ കളിക്കട്ടാ കാര്യം വലിയ ആവുന്നു പക്ഷെ അതില് ഓക്കെ പിന്നാലെ ഇതിനോട് പ്രത്യേക കാര്യം അല്ല അച്ഛനത് ബേബിയോ ആരത് അതാരൊക്കെയാ അതാരാ അപ്പോട്ടോ അല്ലാരാ നോക്ക് അതാരാ എന്തോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഏട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റ്. അതിൽ ഈ കാണുന്ന ഫോട്ടോ ഫ്രെയിം എൻ്റെ ബ്രദറും നാത്തൂനും കൂടി തന്നു. അപ്പോൾ ഇതേപോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് കെട്ടിയവൻ തരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെഡിങ് ആനിവേഴ്സറി ഒക്കെ എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം എന്നോട് പറഞ്ഞത് ഗിഫ്റ്റൊന്നും ഇല്ല, എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതേപോലെ വിളിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഇവിടെ അച്ഛൻ്റെ വകയായിരുന്നു കേട്ടോ. അച്ഛൻ ഇവിടെ ചിക്കൻ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഏട്ടന് കൊടുത്ത ഗിഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.